പ്രൈസ് ലോർഡ്. വേദശാസ്ത്രത്തിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ വചനമനുസരിച്ചില്ലെങ്കിൽ നമ്മൾക്ക് സംഭവിക്കുന്ന 9 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി അതിൽ 7 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലൊന്ന് വചനമനുസരിച്ചില്ലെങ്കിൽ ഇടറിപ്പോകും, രണ്ടാമതായിട്ട് തെറ്റിപ്പോകും, മൂന്നാമതായി വീണുപോകും, നാലാമതായി പാപത്തിലകപ്പെടും, അഞ്ചാമതായി ന്യായവിധിയിലകപ്പെടും, ആറാമതായി ഒഴുകിപ്പോകും, ഏഴാമതായി ബന്ധിക്കപ്പെടും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ വചനമനുസരിച്ചില്ലെങ്കിൽ ദൈവം നമ്മളെ തള്ളിക്കളയും എന്നുള്ള ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്, ചിന്തിക്കുന്നത്. അതിനാധാരമായി എബ്രായ ലേഖനം അതിൻ്റെ 12ാം അധ്യായം അതിൻ്റെ 15, 16 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. എന്നിട്ട് പറയുന്നു, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം എന്ത് ചെയ്തു? വിറ്റുകളഞ്ഞു. അപ്പോൾ ഈ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞിട്ട് പിന്നീട് അവൻ എന്ത് ചെയ്തു? അത് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടും കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും എന്ത് ചെയ്തു? അതിന് ഇട കണ്ടില്ല, തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു. എന്തു വന്നാലും ആ ജ്യേഷ്ഠാവകാശം എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ലായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തിയത് കൊണ്ട് പിന്നത്തേതിൽ കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചു, പക്ഷെ എന്താണ്? ഇട കണ്ടില്ല. അപ്പൊ ഇത് നമ്മളെ കുറിച്ച് പറഞ്ഞാണ് വരുന്നത്. കാരണം 14ാം അധ്യായം 14ാം വാക്യം പറഞ്ഞു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് എന്നിട്ട് പറയാണ്, ഈ ഏശാവിനെ പോലെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും അഭക്തനായി തീരാൻ പാടില്ല. ഇനി നമുക്ക് 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് പോയി നോക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 15ാം അധ്യായം 1 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 15ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 1 ശമൂവേൽ 15ന്റെ 24 മുതലുള്ള വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നു, ശൗൽ ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്കനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. അപ്പോ ശമൂവേൽ ഇവിടെ ചെയ്ത തെറ്റ് ആരോടൊക്കെയാണ്? ഇവിടെ പറയണേ, യഹോവയുടെ കൽപ്പനയാണ് ഒന്ന് ലംഘിച്ചത്, 2 പ്രവാചകനായ നിന്റെ വാക്കിൽ ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും എൻ്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരണമേ എന്ന് ഈ ശമൂവേലിനോട് പറയുക. അപ്പോൾ ശമൂവേലിനോട്, ഞാൻ പോരുകയില്ല, നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ട് യഹോവ നിന്നെയും ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പോ ഈ ശൗലിനോട് ദൈവം പറഞ്ഞു, 15-1 തൊട്ട് നമുക്ക് വായിച്ചറിയാം. ആ 15-1 ഞാൻ വായിക്കുന്നു. അനന്തരം ശമൂവേലിനോട് പറഞ്ഞെന്തെന്നാൽ, യഹോവ തന്റെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ, അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. അപ്പൊ പ്രവാചകനിലൂടെ യഹോവയുടെ വചനങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ആര് പറഞ്ഞു കൊടുക്കുന്നത്? ഈ ശമൂവേല് പറഞ്ഞു കൊടുക്കുന്നത്. അന്ന് പറയുന്നത്, സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ദൈവം പറയാണ്, ഞാൻ അവരോട് ചെയ്തതിന് എന്താണ്? കുറിച്ചു വെച്ചിരിക്കുന്നു. ആവർത്തന പുസ്തകം 17ാം അധ്യായത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കാണാൻ കഴിയും. അപ്പം അവിടെ ഇരിക്കും, ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെ നിർമൂലമാക്കി കളക, അവരോട് എന്ത് ചെയ്യരുത്? കനിവ് തോന്നരുത്. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പലയിടങ്ങളിലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ കാര്യങ്ങള് ശൗലിനോട് പറയുമ്പോൾ, അതായത് ഈ ഇസ്രായേൽ മക്കള് മരുഭൂമിയിലേക്കൂടെ യാത്ര ചെയ്തപ്പം അമാലേക്കർ ചെയ്ത കാര്യം എന്താണ്? അവർ പിന്നണിയിലുള്ളവരൊക്കെ എന്ത് ചെയ്തു?
ആ പിടിച്ചു കൊന്നുകളഞ്ഞു എന്നാണ് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പിന്നണിയിലൊക്കെ ഇരുന്നവര് തളർന്ന് ക്ഷീണിച്ചു വരുന്നവരായതുകൊണ്ട് അവരെ എന്ത് ഈ അമാലേക്കര് പിടിച്ചു കൊന്നുകളഞ്ഞു. അപ്പം അതൊരു കാരണമാണ്. രണ്ട്, ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി അമാലേക്കര് വന്നു. ആ സമയത്താണ് മോശ കൈ ഉയർത്തി നിൽക്കുമ്പോൾ അമാലേക്കര് എന്ത് ചെയ്യും? തോൽക്കുമായിരുന്നു. മോശയുടെ കൈ താഴുമ്പോൾ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുന്നു? തോൽക്കുമായിരുന്നു. അമാലേക്കര് ജയിക്കുമായിരുന്നു. അങ്ങനെ അഹരോനും ഹൂരും എന്ത് ചെയ്തു? ഒരു കല്ലെടുത്ത് വെച്ച് മോശയുടെ 2 കരങ്ങൾ എന്ത് ചെയ്തു? കൈ താങ്ങി പിടിച്ചുകൊണ്ട് അവർ നിന്നു. അങ്ങനെയാണ് അമാലേക്കരെ തോൽപ്പിച്ച് ഇസ്രായേൽ ജയമെടുത്തത്. അന്ന് ഇതൊരു ഓർമ്മ പുസ്തകത്തിൽ എഴുതി വെക്കണമെന്ന് യഹോവ കൽപ്പിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ഈ ശൗലിനോട് പറയാണ്, നീ എന്ത് ചെയ്യണം? ഇവരെ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് നശിപ്പിക്കണം. ഇത് പഴയമമാണ് കേട്ടോ, പുതിയമത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. അപ്പൊ പഴയമത്തിലെ കാര്യമാണ്. അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ ശൗൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശൗൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ചെന്ന് ആഗാഗിനെ എന്ത് ചെയ്തു? രാജാവിനെ പിടിച്ചു. രാജാവിനെ പിടിച്ചിട്ട് തടിച്ചതും ഞാൻ വായിക്കാം 15:8. അമാലേക്കരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ചു, ജനങ്ങളെ ഒക്കെയും വാളിന്റെ വായ്ത്തലയാൽ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട്, മാട്, തടിപ്പിച്ച മൃഗം എന്നിവയിൽ മേത്തരമായവയും കുഞ്ഞാടുകളെയും ഉത്തമമായവയും ഒക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസാരവുമായ ഒക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. അങ്ങനെ യുദ്ധം ജയിച്ചിട്ട് ഇവരെങ്ങോട്ട് വന്നു? ഇസ്രായേലിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ശൗമേൽ എന്ത് ചെയ്യാണ്? ഈ ശൗലിന്റെ അടുക്കിലേക്ക് വരിക. ശൗലിനെതിരെ അധികാലത്ത് എഴുന്നേറ്റപ്പോൾ ശൗൽ കർമ്മയിൽ എത്തിയെന്നും ഒരു ജ്ഞാപക സ്തംഭം നാട്ടി ഘോഷയാത്ര തിരിച്ചു വന്ന് ഗിൽഗാലിലേക്ക് പോയെന്നും ശൗമേലിന് അറിവ് കിട്ടി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എപ്പോഴും വായിക്കുന്നൊരു ഭാഗമാണ് അതിന്റെ 21, 22 വാക്യങ്ങൾ. 20 തൊട്ട് വായിക്കുന്നു. ശൗൽ ശൗമേലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ച് യഹോവ എനിക്ക് അയച്ച വഴിക്ക് പോയി അമേലേക്ക് രാജാവായ ആഗാഗിനെ കൊണ്ടുവന്നു അമേലേക്കരെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശപിതാർപ്പത വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്ന് എടുത്ത് ഗിൽഗാലിൽ നിന്ന് ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. പൂർണ്ണമായിട്ട് നിർമൂലമാക്കാൻ പറഞ്ഞിട്ട് ഇവർക്ക് ഇഷ്ടമുള്ളതിനെയും തടിച്ചതിനെയും കൊഴുത്തതിനെയും ഒക്കെ എന്ത് ചെയ്തു? ഇവര് ഇസ്രായേലിലേക്ക് കൊണ്ടുപോകും. ഇത് ഞാൻ പറയാൻ കാരണം, ദൈവം നമ്മളോട് പല കാര്യം ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ളതിനൊന്നും നമ്മൾ മരിപ്പിക്കില്ല. വലിയ ആത്മീയാർത്ഥങ്ങളിലൂടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? പരാജയങ്ങൾ വന്ന് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ജഡത്തിന്റെ പ്രവർത്തികളെ ഉപേക്ഷിക്കണം. ആത്മാവിനാൽ എന്ത് ചെയ്യണം? അതിനെ ഉപേക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ വചനമാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളതിനൊന്നും വിട്ടുകളയാൻ നമ്മൾ തയ്യാറല്ല. അപ്പോൾ വിടേണ്ടതിനെ വിട്ടാൽ മാത്രമേ പ്രാപിക്കേണ്ടതിനെ പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. ഇന്ന് ആത്മീയ കോളത്തിൽ വന്ന പരാജയം, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുകയും ചെയ്യും, ദൈവം അവർക്ക് അനുഗ്രഹം കൊടുക്കണമെന്നും പറയും. ഇത് രണ്ടും നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇവർ പറയാണ്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഞങ്ങൾ യാഗം കഴിക്കാൻ കൊണ്ടുവന്നേക്കാണ്. അപ്പോഴാണ് ശൗമേല് പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്ന പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പോൾ ദൈവവചനം അനുസരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അല്ല, ഇന്നാണെങ്കിൽ ചിലർ, ഞാൻ ചർച്ചിൽ 10 ഫാൻ മേടിച്ചിട്ടു, ചർച്ചിൽ പായ മേടിച്ചിട്ടു, കസേര മേടിച്ചിട്ടു, ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകില്ല. ഇതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോക്ക് നടക്കൂല. ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമുക്കൊരു ആത്മീയ ഒരുക്കമുണ്ട്. ഓരോ വ്യക്തികളിലും ഒരു ആത്മീയ ഒരുക്കമുണ്ട്. ഒരു ദൈവത്തിന് ഇഷ്ടമുണ്ട്. അപ്പൊ അതിൻ പ്രകാരം നമ്മൾ ഒരുങ്ങിയാൽ മാത്രമേ സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുക. അപ്പൊ പാപം ചെയ്ത് അശുദ്ധി ചെയ്ത് നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കാൻ വചനത്തിൽ പ്രമാണമില്ല. വിശുദ്ധിയോടുകൂടെ കർത്താവിനെ കാത്തു നിൽക്കുന്ന കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത നിർമ്മല കന്യകയെ ചേർക്കാനാണ് യേശുക്രിസ്തു വരുന്നത്. ഞാൻ നിർമ്മലനായിരിക്കുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അപ്പൊ കർത്താവിന്റെ വചനത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും തള്ളാൻ പാടില്ല. ഇവിടെ അതാ പറയുന്നത്, അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അടുത്ത വാക്യം പറയുന്നു, മത്സരം ആഭിചാരദോഷം പോലെയാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോൾ അത് ആഭിചാരദോഷം പോലെയാണെന്ന് പറയുന്നത്.
ശാഠ്യം പിടിക്കുന്ന എന്താണ്? വചനത്തെ അനുസരിക്കാൻ ശാഠ്യം പിടിച്ചു നിൽക്കുന്നവരെ അത് മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയുമാകുന്നു. എന്നിട്ടാണ് പറയുന്നത്, നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? നമ്മളെ തള്ളിക്കളയും. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ അവിടെ പറഞ്ഞു, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, എന്ന് പറഞ്ഞാൽ ഈ വചനമൊക്കെ നമുക്ക് കിട്ടി, എന്നിട്ട് അത് അനുസരിക്കാതെ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. കണ്ടോ, പിന്നെ ദൈവം അവരെ തള്ളിക്കളയുന്നതായിട്ട് പറയുന്നത്. എന്നിട്ടൊരു ഉദാഹരണം പറഞ്ഞു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. അടുത്ത വാക്യം കേട്ടോ, മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു, ചുട്ടുകളയത്രേന്റെ അവസാനം. എന്ന് പറഞ്ഞാൽ ഇത്ര കൃപകളും കൃപാവരങ്ങളും വചനങ്ങളും സ്വർഗീയ ദാനങ്ങളും പരിശുദ്ധാത്മാവ് ശക്തിയൊക്കെ ആസ്വദിച്ചിട്ട് അവൻ പിന്മാറിപ്പോയാൽ അവനെ ചുട്ടുകളയത്രേന്റെ അവസാനം എന്ന് പറഞ്ഞാൽ പിന്നെ നരകമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. കാരണം മാനസാന്തരത്തിലേക്ക് പിന്നെ എന്താണ്? അവനെ പുതുക്കുവാൻ കഴിയില്ല. ആത്മീയ കോളത്തില് അതമ്പതിച്ച് നടക്കുന്ന അനേകരുണ്ട്. എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ വചനം പറഞ്ഞിട്ടും മടങ്ങി വരാത്ത നിലയിൽ കുടിച്ചും വലിച്ചും വ്യഭിചരിച്ചും പാപം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അനേകരെ, മാനസാന്തരമില്ലാതെ പോകുന്നവരെ, അവരുടെയൊക്കെ അവസാനം വളരെ കൃത്യമാണ്, നിത്യ നരകമാണ് അവരെ കാത്തിരിക്കുന്നത്. വിശുദ്ധിക്ക് വേണ്ടി പാപത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് ജയം കൊണ്ട് ദൈവസഭയെ എടുക്കുവാനാണ് കർത്താവ് വരുന്നത്. മലിനപ്പെട്ടവരെ എടുക്കുവാനല്ല കർത്താവ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവ് നമ്മളെ തള്ളിക്കളയാതിരിക്കണമെങ്കിൽ അവന്റെ വചനത്തെ എന്ത് ചെയ്യണം? നമ്മൾ അനുസരിക്കുന്നവരാകണം, അല്ലെ? അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അവിടെയും കൃത്യമായിട്ട് പറയുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന് 1 മുതൽ, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. സർദീസ് സഭയോട് പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. വെള്ള ഷർട്ട് ഇട്ടിട്ടുണ്ട്, അല്ലെ? എന്നും പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, പക്ഷെ ജീവൻ എന്ന പേരുണ്ട്, പക്ഷെ മരിച്ചവനാകുന്നു. അടുത്ത് പറയാണ്, ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ദൈവം എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ സന്നിധിയിൽ നമ്മുടെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കാണണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത്ര ആത്മീക വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പൂർണ്ണതയുള്ളതായി കണ്ടില്ല. എന്നിട്ട് പറയുന്നു, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നമ്മൾ മടങ്ങി വരേണ്ട സമയമായി. ആത്മീയ ക്ഷീണത്തോടുകൂടി ഇരുന്നാൽ നിശ്ചയമാണ് നമുക്ക് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ കഴിയില്ല. എന്നിട്ട് പറഞ്ഞു, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എന്നിട്ട് പറയുന്നു, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് നടക്കും. ജയിക്കുന്നവൻ വെള്ളമെടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേരേറ്റ് പറയും. കണ്ടോ, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചവരെ, ഉടുപ്പ് മലിനമാകാത്ത ജീവിച്ച സർദീസിലെ സഭയോട് പറയാണ്, നിന്റെ പേര് ഞാൻ മായ്ച്ചു കളയില്ല. അപ്പോൾ അശുദ്ധിയോട് ജീവിച്ച്, വിശുദ്ധിയില്ലാതെ ജീവിച്ച്, യോഗ്യതയില്ലാതെ ജീവിച്ചവരുടെ പേര് മായ്ച്ചു കളയുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതാ വെളിപ്പാട് 20:15 പറയുന്നു, ആ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കപ്പെട്ടാൽ, ബൈബിൾ പറഞ്ഞു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ദൈവമക്കൾ വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ഏവനെയും എന്ത് ചെയ്യും? തീപ്പൊയ്കയിൽ തള്ളിയിടുവാനിടയാകും. നമ്മൾ വളരെ സൂക്ഷിക്കണം. ദൈവത്തിന്റെ വചനം അനുസരിച്ച്, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ തള്ളപ്പെടാതെ നമുക്ക് നിലനിൽക്കാൻ കഴിയും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം തന്നെ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന്
ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർവീസ് സഭയെ കുറിച്ച് അനേക സഭകളെ കുറിച്ച് 7 സഭകളെ കുറിച്ച് ഇവിടെ ദൂത് പറയുന്നുണ്ട്. ഈ എഫെസോസ് സഭയെ കുറിച്ച് ദൂത് പറയുമ്പോൾ ഏകദേശം 9 ഗുണങ്ങൾ അവർക്കുണ്ട്. എന്നിട്ടും ഒറ്റ കുറവിനെ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറയുന്നു, എങ്കിലും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ ഒരു കുറവ് കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. ഭയങ്കര ശക്തമായ മുന്നറിയിപ്പ്. ഈ വചനമൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ എത്രത്തോളം ആത്മീക വിശുദ്ധിയുള്ളവരാകണം. കാരണം ഇവരെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണല്ലേ? എത്ര ഗുണങ്ങളാണ് പറയുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തി, 1, 2 നിന്റെ പ്രയത്നം, 3 സഹിഷ്ണുത, 4 കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തത്, 5 അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടു, 6 നിനക്ക് സഹിഷ്ണുതയുണ്ട്, 7 എന്റെ നാമനിമിത്തം നീ സഹിച്ചു, 8 നീ തളർന്നു പോകാതെ നിന്നു. എന്നിട്ട് പിന്നെയും പറയുന്നുണ്ട്, നിക്കല്യവരുടെ നടപ്പ് നീ പകയ്ക്കുന്നതിന് നന്മ നിനക്കുണ്ട്. 9 ഗുണങ്ങൾ ഈ സഭയ്ക്കുണ്ട്. എന്നിട്ടും ഒരു കുറ്റത്തെ കർത്താവ് പറയുന്നു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. കണ്ടോ, ആദ്യ സ്നേഹം വിട്ടുന്ന് ഒരു കുറവ്, ഒറ്റ കുറവെയാണ്. 9 ഗുണങ്ങളുടെ ഒറ്റ കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതും മാറ്റിക്കൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവസഭ എത്രത്തോളം വിശുദ്ധിയുള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുക്കപ്പെട്ട് നിൽക്കണം. കർത്താവിന്റെ വചനത്തെ നമ്മൾ അനുസരിച്ച് നിൽക്കണം. എങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോക്ക് നടക്കുകയുള്ളൂ. ആമേൻ. ഈ ചാനലിലെ ഷോർട്സില് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനുള്ള 51 യോഗ്യതകളെ കുറിച്ച് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 31 കാര്യങ്ങളെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നിശ്ചയമായിട്ട് അത് കാണണം. ഈ വചനങ്ങളൊക്കെ നമുക്ക് അനുസരിക്കാനാണ് കർത്താവ് തന്നിരിക്കുന്നത്. ആമേൻ. ഈ എല്ലാ യോഗ്യതകളും നമുക്ക് അനുസരിക്കാനുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ വചനമനുസരിച്ച് ജീവിക്കാൻ തള്ളപ്പെടാതെ നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.